മക്കൾ സ്കൂളിൽ നിന്ന് വരാൻ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നൊരു പെടച്ചിലാണ്. അതുവരെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കാണും. പിന്നെ ഒന്ന് വന്ന് കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടുക. വന്നു കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്നതിന് മുൻപ് തന്നെ കുറച്ച് സമയം എൻ്റെ അടുത്ത് ആ ദിവസം മുഴുവനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാതെ അവന് സമാധാനം കിട്ടത്തില്ല. മക്കളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. കാരണം കൃത്യമായിട്ടും എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിക്കണേന്നുള്ള കാര്യം എന്നോട് പറയണമെന്ന് ഞാൻ അവരോട് നേരത്തെ പറയുന്നുണ്ട്. കാരണം കാലം അത്ര നല്ലതല്ലല്ലോ. അനന്തോട്ടിന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിശേഷം പറയണമെങ്കിൽ പാർക്കുട്ടി നേരെ ഓപ്പോസിറ്റാണ്. അവൾ വന്ന് എല്ലാം കഴിഞ്ഞ് വളരെ സമാധാനപരമായിട്ട് മാത്രമേ അവളുടെ വിശേഷങ്ങൾ പറയാറുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ആൺകുട്ടികൾക്കായിരിക്കും അമ്മമാരോട് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അവരായിരിക്കും. രാവിലെ ഉണ്ടാക്കിയ പുട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് പുട്ടുപ്പുമാവാണ് കേട്ടോ. സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ 2 മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ആ പുട്ട് അങ്ങ് നേരെ അങ്ങോട്ട് കുഴച്ചെടുത്തു. ഇതാവുമ്പോൾ ചെറിയൊരു സ്പെഷ്യലും ആയി, പിന്നെ ബാക്കിയുള്ള പുട്ട് വേസ്റ്റ് ആവത്തുമില്ല. അതും കഴിച്ചതാ രണ്ടുപേരും നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക്.